ഹായ് ഗൈസ്, ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ശേഖർ. എൻ്റെ പേര് ശേഖർ എന്നാണ്. നമുക്ക് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് എന്താണെന്ന് ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുകയാണെങ്കിൽ അവർ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ വയ്ക്കും. ആ പ്രിലിമിനറി എക്സാമിനേഷൻ കഴിഞ്ഞിട്ടായിരിക്കും മെയിൻസ് വരുന്നത്. അങ്ങനെയായിരിക്കും ആപ്ലിക്കൻസിനെ എടുക്കുന്നത്. അപ്പം പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിൽ ജനറൽ നോളജ് ഇത്രയും മാർക്കും എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസാണ് ഉള്ളത്. ജനറൽ നോളജ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക് കമ്പ്യൂട്ടർ നോളജ്, സയൻസ് ആൻഡ് ടെക്നോളജീസ്. ഇതിൻ്റെ മാർക്ക് സൈഡിലുണ്ട്. ഹിസ്റ്ററിക്ക് 10, ജിയോഗ്രഫിക്ക് 5, എക്കണോമിക്സിന് 5, സിവിക്സിന് 5, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5, ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിന് 10, ബേസിക് കമ്പ്യൂട്ടർ നോളജിന് 5, സയൻസിന് 5. പിന്നെ നമ്മുടെ മാത്സ് അതിന് 20, ജനറൽ ഇംഗ്ലീഷിന് 20, റീജിയണൽ ലാംഗ്വേജിന് 10 കണക്കാക്കുന്നത്. ഇതിൻ്റെ സിലബസിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോ. എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിലിമിനറി എക്സാമിനേഷൻ, ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഈ ലിങ്കിനകത്ത് വരുന്നുണ്ടായിരിക്കും. ഇത് PSC തന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് എന്തൊക്കെയാണ്, ഹിസ്റ്ററിക്കകത്ത് എന്തൊക്കെ വരും, ജിയോഗ്രഫിക്കകത്ത് എന്തൊക്കെ വരും, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് ഒരു PSCയുടെ തന്നെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഞാനും പഠിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. പിന്നെ നിങ്ങളെല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എനിക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കുള്ളത് ഞാൻ തിരിച്ചും ചോദിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് നമുക്ക് മുന്നേറാം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സായിട്ട് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾ ജസ്റ്റ് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറാം. എല്ലാവർക്കും നമുക്ക് വേണ്ടത് ജോലിയാണ്. അപ്പം മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ.